നമസ്കാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഒരൊറ്റ ചിന്ത, വെറുമൊരു ചിന്തയ്ക്ക് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇങ്ങനെയൊരു ശക്തമായ ആശയമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അഖണ്ഡ ജ്യോതിയുടെ 1954 നവംബർ ലക്കത്തിൽ നിന്ന് നമ്മുടെ ചിന്തകളുടെ ആ പരിവർത്തന ശക്തിയെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് എന്നല്ലേ? നമുക്ക് 5 പ്രധാന കാര്യങ്ങളിലൂടെ കടന്നുപോകാം. ആദ്യം, എന്താണ് ഈ വിചാരക്രാന്തി അഥവാ ചിന്താവിപ്ലവം? പിന്നെ നമ്മുടെ ചിന്തകൾക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന് നോക്കാം. യഥാർത്ഥ ആത്മീയത എന്താണെന്നും ശ്രേഷ്ഠമായ കർമ്മത്തിന്റെ പാതയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കും. അവസാനം ഇതെല്ലാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നതിൻ്റെ ഒരു സംഗ്രഹവും. ശരിയാണ്. ഏതൊരു വലിയ മാറ്റത്തിൻ്റെയും തുടക്കം എവിടെയാണ്? അതൊരു ചിന്തയിൽ നിന്നാണ്, ഒരു ആശയത്തിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ ഈ മാസിക മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, അതിൻ്റെ ഹൃദയം എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് ഈ വിചാരക്രാന്തി അഥവാ ചിന്താ വിപ്ലവം. ലോകത്തെ മാറ്റിമറിക്കാൻ പോലും കഴിവുണ്ടെന്ന് പറയുന്ന ഈ ആശയത്തിൻ്റെ യഥാർത്ഥ അർത്ഥമെന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്ത് എത്രയെത്ര പ്രശ്നങ്ങളാണുള്ളത്. അതിൻ്റെയെല്ലാം പരിഹാരവും പ്രശ്നവും ഒരേ ഒരിടത്താണ്. അത് നമ്മുടെ ചിന്തകളിലാണ്. ഇത് ഒരു മരത്തിന്റെ ഇലകൾ ഉണങ്ങുമ്പോൾ ആ ഇലകൾ വെട്ടിമാറ്റുന്നതിന് പകരം അതിന്റെ വേരുകൾക്ക് വെള്ളവും വളവും കൊടുക്കുന്നത് പോലെയാണ്. പുറത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പ് ആ പ്രശ്നങ്ങളുടെയെല്ലാം ഉറവിടമായ നമ്മുടെ ഉള്ളിലെ ചിന്തകളെയാണ് നമ്മൾ ആദ്യം ശുദ്ധീകരിക്കേണ്ടത്. യുഗഋഷി ഇത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഒരു പുതിയ സത്യയുഗം കൊണ്ടുവരാൻ വിചാരക്രാന്തി മാത്രമാണ് ഏകമാർഗം. അത് ശാശ്വതവും അടിസ്ഥാനപരവുമായ പരിഹാരമാണ്. ഇവിടെ ഏകമാർഗം എന്ന വാക്ക് ശ്രദ്ധിക്കണം. ഇതൊരു വെറും നിർദ്ദേശമല്ല, അല്ലെങ്കിൽ ഒരുപാട് വഴികളിൽ ഒന്നല്ല. മറിച്ച് മറ്റെല്ലാ പരിഹാരങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ള ശാശ്വതമായ ഒരേ ഒരു പരിഹാരമായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. അത്രയും ശക്തമാണ് ഈ ആശയം. അപ്പോൾ ഈ ചിന്താവിപ്ലവം അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഓരോ ചിന്തയിലും അടങ്ങിയിരിക്കുന്ന ആ അപാരമായ ശക്തിയെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയണം. നമുക്കത് കാണാൻ കഴിയില്ല, ഒരുപക്ഷേ വൈദ്യുതി പോലെ. പക്ഷേ ഈ അദൃശ്യമായ ശക്തിയാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ശില്പി. ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കാമോ? നിങ്ങളുടെ ഓരോ ചിന്തകളും അവ നിങ്ങളുടെ ഭാവിയുടെ പൂന്തോട്ടത്തിൽ നടുന്ന വിത്തുകളാണെങ്കിലോ? ആലോചിച്ചു നോക്കൂ. ആ വിത്തുകൾ നല്ലതാണോ ചീത്തയാണോ എന്ന് ശ്രദ്ധിക്കുന്ന, നല്ല വിത്തുകൾ മാത്രം ബോധപൂർവം തെരഞ്ഞെടുത്ത് നട്ടുപരിപാലിക്കുന്ന ഒരു കർഷകനാണോ നിങ്ങൾ? അതോ എന്തൊക്കെയോ കളകൾ താനെ വളർന്നു പൊന്തുന്ന ഒരു തോട്ടമാണോ നിങ്ങളുടെ മനസ്സ്? അപ്പോൾ ഈ പറയുന്ന വിചാരശക്തി, അതായത് നമ്മുടെ ചിന്തകളുടെ ശക്തി, അതൊരിക്കലും വെറും ഒരു ആഗ്രഹമല്ല. അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സോഫ്റ്റ്വെയർ കോഡ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം. നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും, അത് നല്ലതായാലും ശരി ചീത്തയായാലും ശരി, നമ്മുടെ ജീവിത യാഥാർത്ഥ്യത്തെ ഓരോ നിമിഷവും പ്രോഗ്രാം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത്രയ്ക്ക് ശക്തമാണത്. ഇതിൽ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയുമോ? ഈ ശക്തിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതിനൊരു 4 പടികളുണ്ട്. വളരെ ലളിതമാണ്. ഒന്നാമതായി, നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് വരുന്നതെന്ന് ഒരു വിധി തീർപ്പുമില്ലാതെ ഒരു സാക്ഷിയെപ്പോലെ നോക്കിക്കാണുക. രണ്ടാമതായി, നമുക്ക് വേണ്ടാത്ത നെഗറ്റീവായ ദുർബലമായ ചിന്തകളെ ഒരു തോട്ടക്കാരൻ കളപറിക്കുന്നതുപോലെ പിഴുതുമാറ്റുക. മൂന്നാമത്, ആ സ്ഥാനത്ത് നല്ല ശ്രേഷ്ഠമായ പോസിറ്റീവായ ചിന്തകളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നടണം. നാലാമത്തെ സ്റ്റെപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ നട്ട ചിന്തകൾക്ക് വെള്ളവും വളവും കൊടുത്ത് അത് നമ്മുടെ പ്രവൃത്തിയായി മാറുന്നതുവരെ ശ്രദ്ധയോടെ പരിപോഷിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചിന്തകളെ പരിവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എത്തിച്ചേരുന്നത് ആത്മീയതയുടെ ഹൃദയത്തിലേക്കാണ്. പക്ഷേ ഇവിടെ പറയുന്ന ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കരുതുന്നതുപോലെ പൂജകളോ അല്ലെങ്കിൽ പുറമേ കാണിക്കുന്ന ആചാരങ്ങളോ ഒന്നുമല്ല. മറിച്ച് നമ്മുടെ ജീവിതം ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും ഉന്നതമായ രീതിയിൽ ജീവിക്കാനുള്ളൊരു പ്രായോഗിക ശാസ്ത്രമാണ്. ഇവിടെ നമുക്ക് മുന്നിൽ 2 വഴികളുണ്ട്, അല്ലേ? ഒന്ന്, കേവലം ബാഹ്യമായ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒതുങ്ങിപ്പോകുന്നൊരു വഴി. മറ്റൊന്ന്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്വയം ശുദ്ധീകരിച്ച് സ്വയം മനസ്സിലാക്കി മുന്നോട്ടു പോകുന്ന വഴി. ഇതിൽ യഥാർത്ഥ ആത്മീയത രണ്ടാമത്തെ വഴിയാണ്. അത് ലോകത്തിൽ നിന്ന് ഒളിച്ചോടലല്ല, നേരെ മറിച്ച് ഈ ലോകത്തിൽ ഏറ്റവും വൈദഗ്ധ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഒരു കലയാണ്, സ്വയം മെച്ചപ്പെടുത്തലാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ആത്മീയത ഒരു അന്ധവിശ്വാസമല്ല, അതൊരു ശാസ്ത്രമാണ്. നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ആദർശങ്ങളിലേക്ക് എത്താനുമുള്ള ഒരു ശാസ്ത്രം. നമ്മുടെ ഏറ്റവും മികച്ച, ഏറ്റവും ഉയർന്ന പതിപ്പായി മാറാനുമുള്ള ഒരു ശാസ്ത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തകളെ മാറ്റി ആത്മീയതയുടെ ഈ ശാസ്ത്രീയമായ പാത തിരഞ്ഞെടുത്തു. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള മനുഷ്യരായി മാറും? ഈ ഗ്രന്ഥം
അതിനൊരു ഉദാത്തമായ മാതൃക തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജന്മം കൊണ്ട് ശ്രേഷ്ഠനായ വ്യക്തിയല്ല, മറിച്ച് കർമ്മം കൊണ്ട് ശ്രേഷ്ഠനായ വ്യക്തി. ഇത് വെറുമൊരു സാധാരണ ആശയമല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിപ്ലവകരമായ ചിന്തയാണ്. എന്താണ് ഒരു യഥാർത്ഥ ബ്രാഹ്മണൻ? ജന്മം കൊണ്ടോ ജാതി കൊണ്ടോ കിട്ടുന്ന ഒരു സ്ഥാനമല്ലാതെ, മറിച്ച് ഒരാളുടെ ഗുണം, കർമ്മം, സ്വഭാവം ഇവയെ ആശ്രയിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ജ്ഞാനത്തിനും നല്ല ജീവിതത്തിനും വേണ്ടി സ്വയം സമർപ്പിച്ച ഏതൊരു വ്യക്തിക്കും ഈ അവസ്ഥയിലേക്ക് ഉയരാം. നിങ്ങളുടെ പശ്ചാത്തലമോ ജനനമോ അല്ല, നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങളെ നിർവചിക്കുന്നത് എന്ന് ഈ ആശയം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ ശ്രേഷ്ഠതയിലേക്കുള്ള പാതയിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ചില അടിസ്ഥാന ഗുണങ്ങളുണ്ട്. ആത്മനിയന്ത്രണം, ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി, എല്ലാവരോടും ക്ഷമിക്കാനുള്ള കഴിവ്, ജ്ഞാനം, ലാളിത്യം. ഇതൊന്നും വെറുതെ ഒരു നിയമങ്ങളുടെ ലിസ്റ്റായി കാണരുത്. മറിച്ച് ഒരു പൂർണ്ണ മനുഷ്യനായി ഒരു ആദർശ ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വഴികാട്ടിയാണിത്. ഓരോന്നും നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാവേണ്ട കാര്യങ്ങളാണ്. അപ്പോ ഇത്രയും വലിയ ആഴത്തിലുള്ള ആശയങ്ങളിൽ നിന്ന് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പത്തന്നെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിതെല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ചു നോക്കാം. എന്താണ് ഇതിന്റെ എല്ലാം കാതൽ? 4 കാര്യങ്ങൾ ഇത് മനസ്സിലുറപ്പിക്കുക. ഒന്നാമത്തേത്, നിങ്ങൾക്ക് സ്വന്തമായുള്ള ഏറ്റവും ശക്തമായ സൃഷ്ടിപരമായ ശക്തി നിങ്ങളുടെ ചിന്തകളാണ്. അത് പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. 2, യഥാർത്ഥ ആത്മീയത എന്നത് അന്ധമായ ആചാരങ്ങളല്ല, അത് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു പ്രായോഗികവും ശാസ്ത്രീയവുമായ മാർഗമാണ്. 3, മഹത്വമെന്നത് ജന്മം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല, അത് ശ്രേഷ്ഠമായ സ്വഭാവത്തിലൂടെയും നല്ല പ്രവൃത്തികളിലൂടെയും ആർക്കും നേടിയെടുക്കാം. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഈ ചെറിയ ചിന്താവിപ്ലവം അത് പുറം ലോകത്തും ഒരു വലിയ മാറ്റത്തിന് കാരണമാകും. മാനവികതയ്ക്ക് മുഴുവൻ ഒരു വിപ്ലവത്തിന് തുടക്കമിടാൻ അതിന് കഴിയും. അതുകൊണ്ട് ഈ വിശകലനം ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം: എൻ്റെ സ്വന്തം പരിവർത്തനം ഇന്ന് ആരംഭിക്കാൻ ഞാൻ ശക്തി കൊടുക്കാൻ പോകുന്ന ആ ഒരൊറ്റ പോസിറ്റീവ് ചിന്ത ഏതാണ്? ആ ഒരൊറ്റ ചിന്തയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം വിപ്ലവം ആരംഭിക്കട്ടെ.